സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് സിപിഎം സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിൽ അഴിച്ചുപണി. തിരുവനന്തപുരത്തും കൊല്ലത്തും പുതിയ പട്ടിക. കൊല്ലത്ത് പി.കെ. ഗുരുദാസനും പാറശാലയിൽ സി.കെ. ഹരീന്ദ്രനും വരും. ദേവികുളത്ത് എസ്. രാജേന്ദ്രനും തിരുവമ്പാടിയിൽ ജോർജ് എം. തോമസും വീണ്ടും മത്സരിക്കും. എളമരം കരീമിന് പകരം ബേപ്പൂരിൽ എം. മെഹബൂബ് സ്ഥാനാർത്ഥിയായേക്കും. വി.എസിന്റെയും പിണറായിയുടെയും സ്ഥാനാർത്ഥിത്വം സ്ഥിരീകരിച്ച് സീതാറാം യെച്ചൂരി. യു.ഡി.എഫിൽ സീറ്റ് വിഭജനം വഴിമുട്ടി. കായംകുളം കോവളം സീറ്റുകൾ വേണമെന്ന ജെ.ഡി.യുവിന്റെ ആവശ്യം കോൺഗ്രസ് അംഗീകരിച്ചില്ല. അധിക സീറ്റ് നൽകാനാവില്ലെന്ന് മാണിയോട് കോൺഗ്രസ്. പൂഞ്ഞാർ വിട്ടുതരില്ലെന്ന് മാണി. ജോണി നെല്ലൂരിന്റെ പരസ്യ പ്രതികരണത്തിൽ മുന്നണിക്ക് അതൃപ്തി. ആർ.എസ്.പിക്ക് 5 സീറ്റ് നൽകിയേക്കും. വിവാദ ഭൂമിക്ക് കരമടക്കാൻ നെല്ലിയാമ്പതി കരുണ എസ്റ്റേറ്റിന് നൽകിയ അനുമതി സർക്കാർ പിൻവലിക്കില്ല. ഉത്തരവിൽ അപാകതയില്ലെന്ന് മന്ത്രി അടൂർ പ്രകാശ്. എ.ജിയുടെ ഉപദേശം തേടിയ ശേഷം അന്തിമ തീരുമാനം. സർക്കാരിന്റെ തീരുമാനം തൃപ്തികരമല്ലെന്ന് സുധീരൻ. പി.സി. ജോർജിനെ എം.എൽ.എ. സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കിയ സ്പീക്കറുടെ നടപടി ഹൈക്കോടതി റദ്ദാക്കി. ജോർജിന്റെ വിശദീകരണം സ്പീക്കർ കണക്കിലെടുത്തില്ല എന്ന് കോടതി. എ.ഡി.എമ്മിനെ കയ്യേറ്റം ചെയ്ത കേസിൽ ഇ.എസ്. ബിജിമോൾ എം.എൽ.എയെ അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്ന പോലീസ് റിപ്പോർട്ട് ഹൈക്കോടതി തള്ളി. സ്ഥാനാർത്ഥി പട്ടികയിൽ സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശിച്ച തിരുത്തലുകൾക്കായി സിപിഎം ജില്ലാ നേതൃയോഗങ്ങൾ ചേർന്നു. പുതിയ പട്ടികയിൽ കൊല്ലത്ത് നിന്ന് പി.കെ. ഗുരുദാസനും ദേവികുളത്ത് എസ്. രാജേന്ദ്രൻ എം.എൽ.എയും ഇടം പിടിച്ചു. തിരുവമ്പാടിയിൽ ജോർജ് എം. തോമസിനെ തന്നെ മത്സരിപ്പിക്കാൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു. കണ്ണൂരിൽ 7 മണ്ഡലങ്ങളിൽ സിപിഎം സ്ഥാനാർത്ഥികൾ മത്സരിക്കാനും ജില്ലാ കമ്മിറ്റിയിൽ തീരുമാനമായി. സംസ്ഥാന കമ്മിറ്റിയുടെ അതൃപ്തിയെ തുടർന്നാണ് ചില ജില്ലകളിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ മാറ്റം വരുത്തിയത്. പ്രായാധിക്യത്തെ തുടർന്ന് നേരത്തെ മാറ്റി നിർത്തിയിരുന്ന പി.കെ. ഗുരുദാസൻ കൊല്ലത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചു. കുണ്ടറയിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ജെ. മേഴ്സിക്കുട്ടിയമ്മയാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചത്. കൊട്ടാരക്കരയിൽ ഐഷ പോറ്റിക്ക് പകരം മുൻ ജില്ലാ സെക്രട്ടറി കെ. രാജഗോപാൽ മത്സരിക്കും. ഇടുക്കിയിലെ ദേവികുളത്ത് നിലവിലെ എം.എൽ.എ. എസ്. രാജേന്ദ്രനെ വീണ്ടും മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു. 2001 മത്സരിച്ച് പരാജയപ്പെട്ട എം. മണി ഇക്കുറി ഉടുമ്പൻചോലയിൽ മത്സരിക്കും. ആലപ്പുഴയിൽ കായംകുളം, ചെങ്ങന്നൂർ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനായില്ല. തോമസ് ഐസക്കിനും ജി. സുധാകരനും ആരിഫിനും നൽകിയ ഇളവ് എന്തുകൊണ്ട് സി.കെ. സദാശിവന് ലഭിക്കുന്നില്ല എന്ന് സെക്രട്ടേറിയറ്റിൽ ചോദ്യമുയർന്നു. കോഴിക്കോട് തിരുവമ്പാടിയിൽ ജോർജ് എം. തോമസിനെ തന്നെ സ്ഥാനാർത്ഥിയായി ജില്ലാ കമ്മിറ്റി നിർദ്ദേശിച്ചു. കോഴിക്കോട് സൗത്ത് ഐ.എൻ.എല്ലിന് നൽകാനും ഏകദേശ ധാരണയായി. എളമരം കരീമിന്റെ ബേപ്പൂരിൽ എം. മെഹബൂബ് മത്സരിക്കും. തിരുവനന്തപുരം പാറശാലയിൽ സി.കെ. ഹരീന്ദ്രൻ സിപിഎം സ്ഥാനാർത്ഥിയാകും. എന്നാൽ നെയ്യാറ്റിൻകര, അരുവിക്കര, വർക്കല മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനായില്ല. കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരത്ത് മുൻ എം.എൽ.എ. സി.എച്ച്. കുഞ്ഞമ്പുവും, തൃക്കരിപ്പൂരിൽ എം. രാജഗോപാലും, ഉദുമയിൽ സിറ്റിംഗ് എം.എൽ.എ. കെ. കുഞ്ഞിരാമനും മത്സരിക്കും. കാഞ്ഞങ്ങാട് സി.പി.ഐക്കും കാസർഗോഡ് ഐ.എൻ.എല്ലിനുമാണ് നീക്കിവച്ചിരിക്കുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ 1. വി.എസ്. അച്യുതാനന്ദനും പിണറായി വിജയനും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഡൽഹിയിൽ പറഞ്ഞു. 1-2 ദിവസത്തിനുള്ളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. മന്ത്രിസഭാ രൂപീകരണം അടക്കമുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം തീരുമാനിക്കും. പാർട്ടി ഒരുമിച്ചാണ് പ്രചാരണം നയിക്കുകയെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു. What has been decided now, both Comrade V.S. Achyutanandan and Comrade Pinarayi Vijayan both will contest, and it's very clearly, I stated there, all issues connected in the eventuality of the LDF's victory, all issue connected with ministry formation, etc., will only be discussed post-elections. സിപിഎം നേതാവ് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ, രാഷ്ട്രീയ നിരീക്ഷകരായ ശ്രീ N.M.P.S.N. കൊച്ചിയിലും ശ്രീ N.P. ചെക്കുട്ടി കോഴിക്കോട്ടുമായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, കേരളത്തിൽ ജീവൻ മരണ പോരാട്ടമാണ് ഇത്തവണത്തേത് എന്ന് സീതാറാം യെച്ചൂരി പാർട്ടി നേതൃത്വത്തോട് യോഗങ്ങൾക്കകത്ത് പറഞ്ഞതായി മാധ്യമങ്ങളിൽ വാർത്തയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ. മുൻ തെരഞ്ഞെടുപ്പുകളിലെ ഏറ്റവും പ്രതിസന്ധിയായിരുന്ന പ്രശ്നമായിരുന്ന വി.എസിൻ്റെയും പിണറായിയുടെയും സ്ഥാനാർത്ഥിത്വം ഇത്തവണ ആ പ്രതിസന്ധിയെ മറികടന്നിട്ടുണ്ട്. എളുപ്പത്തിൽ പരിഹരിച്ചു പോയി എന്ന തോന്നലാണ് ഉണ്ടാക്കുക. അത് ജനറൽ സെക്രട്ടറി തന്നെ അക്കാര്യം ഡൽഹിയിൽ ചെന്ന് പരസ്യമായി മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരിക്കുന്നു. ഈ ജീവൻ മരണ പോരാട്ടം എന്നത് പരിഗണിച്ച് അതിനെ അതിജീവിച്ച് കടന്നു പോകാവുന്ന സുശക്തമായ സ്ഥാനാർത്ഥി പട്ടിക തന്നെയാണോ സിപിഎം ഉണ്ടാക്കിയിരിക്കുന്നത്? എത്രമേൽ ശുഭപ്രതീക്ഷ നൽകുന്നതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയകൾ? ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഗൗരവമുള്ളതാണ്. ജീവൻ മരണ പോരാട്ടം എന്നൊക്കെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ
യെച്ചൂരി പറഞ്ഞു എന്നൊക്കെ പറയുന്നത് പത്രമാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതാണ്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഗൗരവം ഒട്ടും കുറഞ്ഞു കാണുന്നില്ല, അതീവ പ്രാധാന്യമുള്ളതാണ്. ഇന്നത്തെ ദേശീയ രാഷ്ട്രീയത്തിൽ BJPയുടെ വർഗീയ രാഷ്ട്രീയത്തിനും അതുപോലെ തന്നെ കേരളത്തിലെ അഴിമതി ഭരണത്തിനുമെതിരായി ജനങ്ങളാകെ ചിന്തിക്കുന്ന ഒരു സന്ദർഭമാണിത്. ദേശീയ രാഷ്ട്രീയത്തിലെ ജനങ്ങൾ, ദേശീയ തലത്തിൽ ജനങ്ങൾ ഉറ്റുനോക്കുകയാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ്. ഈ വർഗീയ ഫാസിസത്തിനെതിരായ ഒരു ബദൽ എന്ന നിലയിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയം കൈവരിക്കണമെന്ന് അവർക്ക് ആഗ്രഹിക്കുന്നു. ആ പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പിനുണ്ട് എന്ന് യെച്ചൂരി ചൂണ്ടിക്കാണിച്ചത് ശരിയാണ്. അത് നമ്മൾ പലപ്പോഴായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിനനുസരണമായ സ്ഥാനാർത്ഥി ലിസ്റ്റ് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണി ജയിക്കത്തക്ക വിധത്തിൽ CPMൻ്റെ പങ്ക് നിർവഹിക്കാൻ CPMൻ്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് ഉണ്ടാവും. അത് ഈ പറഞ്ഞതുപോലെ ഈ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന പോലെ അതൊന്നും അവസാനമല്ല. അതെല്ലാം ഫൈനലൈസ് ചെയ്ത് PBയുടെ അംഗീകാരം കിട്ടിയതിന് ശേഷമേ സ്ഥാനാർത്ഥികൾ ആരെന്ന് പറയാൻ സാധിക്കൂ. ഇപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ പ്രപ്പോസലുകൾ ജില്ലാ കമ്മിറ്റികൾ ചർച്ച ചെയ്യുന്നുണ്ട്. ആ പ്രപ്പോസലുകളെല്ലാം വന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അത് പരിശോധിച്ച് സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം PBയുടെ അംഗീകാരം വാങ്ങി മാത്രമേ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യൂ. അതാണ് 20-ാം തീയതി എങ്കിലും കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. അതിനപ്പുറത്തൊക്കെ വരുന്ന ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു കമ്മിറ്റിയും ചർച്ച ചെയ്യുന്ന പേരുകൾ, അവരുടെ നിർദ്ദേശങ്ങൾ വരിക മാത്രമാണ്. ഒന്നും ഫൈനലൈസ് ചെയ്തിട്ടില്ല. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള സ്വാഭാവികമായും ഈ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കാനുള്ള ഒരു ആധികാരികത അല്ലെങ്കിൽ സ്ഥിരീകരിക്കാൻ താങ്കൾക്ക് കഴിയുകയില്ല എന്ന് എനിക്കറിയാം. പക്ഷേ എങ്കിൽ പോലും ജില്ലാ കമ്മിറ്റികൾ, ജില്ലാ സെക്രട്ടേറിയറ്റുകൾ നൽകിയിരിക്കുന്ന പട്ടിക, ഈ പറയുന്ന 14 ജില്ലകളിൽ നിന്നും ലഭിച്ചിരിക്കുന്ന പട്ടിക ഈ പറയുന്ന ഗൗരവം ഉൾക്കൊള്ളാത്തതായി എന്നതുകൊണ്ടാണോ വീണ്ടും തിരിച്ച് ജില്ലകളിലേക്ക് തന്നെ കൊണ്ടുപോയി തിരുത്തലുകളോട് കൂടി തിരിച്ച് സമർപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെടേണ്ടി വന്നത്? ഈ സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും കാണുന്നത്രയ്ക്ക് ഗൗരവം സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്നതിൽ ജില്ലാ നേതൃത്വങ്ങൾ കാണിച്ചില്ല എന്നുണ്ടോ? സാധാരണ ഒരു നടപടിക്രമമാണ് അത്. എല്ലാ തെരഞ്ഞെടുപ്പിലും പ്രാദേശിക കമ്മിറ്റികളുടെ അഭിപ്രായം ഉണ്ടാവാം, ജില്ലാ കമ്മിറ്റികളുടെ അഭിപ്രായം ഉണ്ടാവാം, അതിനുശേഷം സംസ്ഥാന കമ്മിറ്റിയുടെ അഭിപ്രായം. പൊതുവിൽ സ്റ്റേറ്റിലെ സ്ഥാനാർത്ഥികളെയൊക്കെ സംബന്ധിച്ച് എല്ലാ ഘടകങ്ങളും പരിശോധിച്ചുകൊണ്ട് അന്തിമ അംഗീകാരം സംസ്ഥാന കമ്മിറ്റി കൊടുക്കാറുണ്ട്. അതിന് PBയുടെ അംഗീകാരത്തോടുകൂടിയേ അത് പബ്ലിഷ് ചെയ്യാറുള്ളൂ. ഇവിടെ ഓരോ കമ്മിറ്റിയും, ജില്ലാ കമ്മിറ്റികളും മണ്ഡലം കമ്മിറ്റികളും അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ ആരായും. അതിനുശേഷം സംസ്ഥാന കമ്മിറ്റി അംഗീകരിക്കുന്ന ലിസ്റ്റ് താഴോട്ട് അവരുടെ അഭിപ്രായത്തിന് വിടുകയും ചെയ്യാറുണ്ട്. അങ്ങനെ ജനാധിപത്യപരമായ രീതിയിൽ മാത്രമാണ് നമ്മൾ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്നത്. അതിപ്പോൾ മാത്രമല്ല, എല്ലാ തിരഞ്ഞെടുപ്പിലും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അതിപ്പോൾ വരുന്ന പേരുകളൊക്കെ തന്നെ അത് അവർ യഥാർത്ഥത്തിൽ സ്ഥാനാർത്ഥിയായി അംഗീകരിക്കണമെന്നില്ല. ഇപ്പോൾ വരാത്ത പേരുകൾ ചിലപ്പോൾ സ്ഥാനാർത്ഥിയായി വന്നെന്ന് വരാം. ഇതൊക്കെ സ്വാഭാവികമായ ഈ സ്ഥാനാർത്ഥി നിർണ്ണയം സംബന്ധിച്ചിടത്തോളം നടപടിക്രമം മാത്രമാണ്. തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ NMPSN, നമുക്ക് മുന്നിൽ CPMൻ്റെ ഒരു സ്ഥാനാർത്ഥി സാധ്യതാ ലിസ്റ്റുണ്ട്. അത് പ്രാഥമികമാണ്, അത് അന്തിമമായി അംഗീകരിക്കപ്പെട്ടതല്ല, അതിൽ മാറ്റങ്ങൾ ഇനിയും വന്നേക്കാം. എങ്കിൽ തന്നെയും നമുക്ക് മുന്നിലൊരു ലിസ്റ്റുണ്ട്. അത് CPM തന്നെ വിലയിരുത്തും വിധം പ്രധാനപ്പെട്ട ജീവൻ മരണ പോരാട്ടമായിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ആ പാർട്ടിക്ക് മുന്നോട്ട് വെക്കാവുന്ന ഏറ്റവും സുശക്തരായ കൃത്യമായ ആളുകളെ തന്നെയാണോ CPM മുന്നോട്ട് വെച്ചിരിക്കുന്നത്? അല്ല, ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം, CPM ഒരു അതിജീവനത്തിന് ആഗ്രഹിക്കുന്ന പ്രസ്ഥാനമാണ് എങ്കിൽ ചെയ്യേണ്ട തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് മുന്നിൽ വന്നിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമുക്കറിയാം, കേരളത്തിലെ കുറച്ച് കാലമായിട്ട് രാഷ്ട്രീയത്തിൽ വിജയസാധ്യത എന്ന് പറയുന്നത് നിലവിലുള്ള MLAമാരുടെ പ്രവർത്തനങ്ങളിലൂടെ നേടിയെടുക്കുന്ന വിജയസാധ്യതയാണ്. അത് രാഷ്ട്രീയ വിജയമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓരോ മണ്ഡലത്തിലും അതാത് MLAമാർ കോടിക്കണക്കിന് രൂപ MLA ഫണ്ട് എന്ന നിലയ്ക്ക് ലഭിക്കുമ്പോൾ അത് പ്രയോജനപ്പെടുത്തുന്ന രീതിയിലൂടെ അവരുണ്ടാക്കി വെക്കുന്നതായിട്ടുള്ള നിരന്തരമായിട്ടുള്ള സ്വാധീനം, ആ സ്വാധീനം വളർത്തുന്ന രീതിയിലാണ് കേരളത്തിലെ MLAമാരുടെ പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ വിലയിരുത്തപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ CPM പോലും ആ തരത്തിലുള്ള വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് തങ്ങളുടെ MLAമാരെ പ്രചോദിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്ത് അവരാ രീതിയിൽ പ്രവർത്തിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. ഉദാഹരണത്തിന്, നമ്മൾ ഇപ്പോൾ വലിയ തരത്തിൽ അഴിമതി ആരോപണത്തിന് വിധേയമായിരിക്കുന്നതായ തൃപ്പൂണിത്തുറ MLAയും മന്ത്രിയും അദ്ദേഹം വീണ്ടും മത്സരിച്ചപ്പോഴും ജയിക്കും എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് ആത്മവിശ്വാസമുണ്ട്, പാർട്ടിക്കാർക്ക് ആത്മവിശ്വാസമുണ്ട്, എതിർ പാർട്ടിക്കാർക്ക് ആത്മവിശ്വാസമുണ്ട്. ആ ആത്മവിശ്വാസത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഈ MLA എന്ന നിലയ്ക്ക് അദ്ദേഹം
സർക്കാർ ഫണ്ട് ഉപയോഗിക്കുന്ന രീതിയുടെയും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൻ്റെ അടിസ്ഥാനം അവിടെ രാഷ്ട്രീയം മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ രാഷ്ട്രീയത്തെ മാറ്റി നിർത്തിക്കൊണ്ട് MLA-മാരുടെ പ്രവർത്തനത്തിലൂടെ വീണ്ടും അധികാരത്തിലേക്ക് വരുന്നതിനെക്കുറിച്ചുള്ള ആലോചന യഥാർത്ഥത്തിൽ CPM അവരുടെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയ സമയത്ത് അതിൽ വളരെ പ്രകടമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് പ്രായം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ പല ആളുകളെയും വീണ്ടും കൊണ്ടുവരുന്ന തരത്തിലേക്ക് ലിസ്റ്റ് നമ്മളുടെ മുന്നിലേക്ക് വരുന്നത്. ഒരു അതിജീവനം ആഗ്രഹിക്കുന്ന പാർട്ടി തീർച്ചയായിട്ടും ചെയ്യേണ്ടത് തങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് ചെറുപ്പക്കാരുടെ നിര, അതേപോലെ തന്നെ പുതുരക്തത്തിൻ്റെ ഒരു ആർജവം, അതെല്ലാം വലിയ തോതിൽ കൊണ്ടുവരേണ്ടതാണ്. ജീവൻ മരണ പോരാട്ടത്തിന് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് ആ പോരാട്ടം നയിക്കാൻ കെൽപ്പുള്ള ആളുകൾ എന്ന് പറയുന്നത് പാർട്ടിക്കകത്തെ യുവരക്തമാണ്. പക്ഷേ ഇവിടെ ഒരു യുവരക്തത്തിനെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ ഇവിടെ നിലനിൽക്കുന്നതായിട്ടുള്ള അധികാരത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് എങ്ങനെ ഭരണത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയും എന്ന അന്വേഷണമാണ്, രാഷ്ട്രീയ അന്വേഷണമല്ല CPM നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ശ്രീ NMPSN അങ്ങനെയാണെങ്കിൽ തന്നെയും അതിനെ കുറ്റം പറയാൻ പറ്റുമോ? സാധാരണഗതിയിൽ വലിയ തോതിലുള്ള റിസ്ക് എടുക്കാൻ പറ്റാത്തൊരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലില്ലേ ഇപ്പോൾ? ഒന്ന്, ഈ സർക്കാർ UDF സർക്കാർ ഈ അഴിമതികൾക്കൊക്കെ ശേഷവും ഒരുപക്ഷെ വന്നേക്കാം എന്നൊരു ഒരു തോന്നൽ അന്തരീക്ഷത്തിലും അങ്ങനെയുണ്ട്. BJP എത്രത്തോളം വോട്ടുകൾ പിടിച്ചേക്കാം, അവരുടെ തന്ത്രങ്ങൾ എന്താകും, അവരേതൊക്കെ സ്ഥാനാർത്ഥികളായിരിക്കും ഇറക്കുക, BJPക്ക് അനുകൂലമായിട്ടുള്ളൊരു മൃദു ഹിന്ദു നിലപാട്, മനോഭാവം നാട്ടിലെ ആളുകൾക്കിടയിൽ വരുന്നു എന്നതുപോലുള്ള അതീവ സങ്കീർണമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളില്ലേ? അപ്പോൾ രാഷ്ട്രീയമായ പോരാട്ടത്തിന് പുതിയ ആളുകളെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലേക്കൊക്കെ ഫീൽഡ് ചെയ്യുക എന്ന് വെച്ചാൽ ഒരുപക്ഷെ അതൊരു റിസ്ക് എടുക്കലാവുകയില്ലേ? അത് തിരിച്ചടിയാണ് ഉണ്ടാവുന്നതെങ്കിൽ അത് വേണ്ടതില്ല എന്നതായിരിക്കുകയില്ലേ ഈ സ്ഥാനാർത്ഥി പട്ടിക ഇമ്മട്ടിലായതിൻ്റെ കാരണങ്ങളിലൊന്ന്? അല്ല, ശരിയാണ്, ആ കാര്യം ഞാൻ തള്ളിക്കളയുന്നില്ല. ഈ സ്ഥാനാർത്ഥി പട്ടികയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് പാർട്ടിക്കകത്ത് പരിപൂർണമായിട്ടുള്ള ഐക്യം സൃഷ്ടിക്കുകയും അതേപോലെ തന്നെ VS അച്യുതാനന്ദനെയും പിണറായി വിജയനെയും ഒരുമിച്ച് മത്സരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതൊക്കെ യഥാർത്ഥത്തിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സാധ്യതകളെ സമ്പൂർണ്ണമായിട്ട് ഉപയോഗിക്കുകയും അതേപോലെ തന്നെ ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നതായിട്ടുള്ള അതീവ ഗുരുതരമായിട്ടുള്ള രാഷ്ട്രീയത്തിലേക്ക് എങ്ങനെ ഇടതുപക്ഷത്തിന് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്ന് പറയുന്ന അന്വേഷണത്തിൻ്റെ ഒരു വശം തീർച്ചയായിട്ടും അതിനകത്തുണ്ട്. എനിക്ക് തോന്നുന്നത് നിലവിലുള്ള സ്ഥാനാർത്ഥികളെല്ലാം അത്തരത്തിൽ നിർത്തുകയും പുതിയ സ്ഥാനാർത്ഥികളെ കൊണ്ടുവരുന്ന സമയത്ത് അത് പുതിയ സ്ഥാനാർത്ഥികൾ തങ്ങൾ മത്സരിക്കാൻ പോകുന്നതായിട്ടുള്ള മണ്ഡലത്തിൻ്റെ വലിയൊരു ആർജവമായി മാറിത്തീർന്ന് അത് പിടിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു അന്വേഷണം, ആ അന്വേഷണം ഇല്ല എന്നെനിക്ക് തോന്നുന്നു. ഒരു വശത്ത് ശരിയാണ്, നേരത്തെ സനീഷ് സൂചിപ്പിച്ചതുപോലെ വലിയ അപകടത്തിൽ നിൽക്കുന്നതായിട്ടുള്ള സങ്കീർണാവസ്ഥയെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് പരമാവധി അതിനകത്ത് ഐക്യമുണ്ടാക്കുകയും സാധ്യതകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു രീതിശാസ്ത്രം അവിടെയുണ്ട്. അതിനൊപ്പം തന്നെ സ്വീകരിക്കാവുന്ന മറ്റൊരു രീതിശാസ്ത്രം കൂടിയായിരുന്നു പലയിടങ്ങളിലും പുതിയ ചെറുപ്പക്കാരെ കൊണ്ടുവന്നിട്ട് അത്തരത്തിലുള്ള ഒരു ആക്രമണ മനോഭാവം പാർട്ടിക്കകത്ത് വേണമെങ്കിൽ സ്വീകരിക്കാമായിരുന്നു. അത് ഇല്ലാതെ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതാണ് ഈ സ്ഥാനാർത്ഥി പട്ടികയെക്കുറിച്ച് എനിക്ക് തോന്നിയ ഒരു വിമർശനാത്മകമായിട്ടുള്ള വശം. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ NP ചേക്കുട്ടി, നമുക്ക് മുന്നിലുള്ള പ്രാഥമികമായ ലിസ്റ്റാണ്. അതിൽ തന്നെ CPM ഏത് നിലക്കുള്ള മാറ്റങ്ങൾ വരുത്തിയേക്കാം എന്നത് സംബന്ധിച്ചുള്ള കൂടുതൽ ധാരണ നമുക്കില്ല. എങ്കിലും ഒരു ലിസ്റ്റ് നമ്മുടെ മുന്നിലുണ്ട്. ആ ലിസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ, അതിലേക്ക് എടുത്ത ആ പ്രോസസ്സ് വെച്ചൊക്കെ നോക്കുകയാണെങ്കിൽ, ജയിക്കുക എന്നതിലേക്ക് എത്രക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അടുപ്പിക്കുന്ന സ്ഥാനാർത്ഥി ലിസ്റ്റാണ് CPM തയ്യാറാക്കിയിരിക്കുന്നത് താങ്കളുടെ നോട്ടത്തിൽ? ഞാനിപ്പം പിന്നെ കേരളത്തിലെ ഈ മലബാർ സൈഡിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളത് CPM-ൻ്റെ ലിസ്റ്റിൽ വന്നിരിക്കുന്ന കാൻഡിഡേറ്റ്സ് താരതമ്യേന ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള മുഖങ്ങളാണ്. അത് നമ്മൾ പിന്നെ അവർ എക്സംഷൻ കൊടുത്തിരിക്കുന്നത്, ഇപ്പോൾ 2 തവണ മത്സരിച്ചതിന് ശേഷം 3-ാം തവണ മത്സരിക്കാനായിട്ട് കൊടുത്തിരിക്കുന്ന ആളുകൾ അടക്കം നോക്കിക്കഴിഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുള്ള പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നല്ല നേട്ടങ്ങൾ കൈവരിച്ച ആളുകളെ രണ്ടാമത് മത്സരിക്കുന്നതിന് പാർട്ടി തിരഞ്ഞെടുത്തിട്ടുണ്ട്. മറ്റൊരു പരിഗണനയും അതിലുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് യഥാർത്ഥത്തിൽ ആവശ്യമാണ്. വിജയിക്കുക എന്നുള്ളത് മാത്രമല്ല, ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുള്ള ഇടതുപക്ഷക്കാരായിട്ടുള്ള ശക്തരായിട്ടുള്ള ആളുകളെ ആണ് അവർ എക്സംഷൻ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, താരതമ്യേന യങ്ങർ ജനറേഷനിൽപ്പെട്ട ആളുകൾക്ക് ഒരു തരത്തിലുള്ള സ്വീകാര്യതയുള്ളതായിട്ടും തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ വരുന്ന ലിസ്റ്റുകൾ അനുസരിച്ച് യുവരംഗത്തൊക്കെ ഉള്ള ആളുകൾ, യുവജന പ്രസ്ഥാനത്തിലൊക്കെ ഉള്ള ആളുകൾ ആയിട്ടുള്ള പലരുടെയും പേരുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എനിക്ക് ഈ ലിസ്റ്റിനോടുള്ള ഒരു വിയോജിപ്പ് എന്താ വെച്ചാൽ, ഇത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്നും രാഷ്ട്രീയ മത്സരമാണ്, 2 സാംസ്കാരികമായിട്ടുള്ളൊരു മത്സരം കൂടിയാണ്. ഹിന്ദുത്വ ദേശീയതയ്ക്കെതിരായിട്ടുള്ള ഒരു സാംസ്കാരിക പ്രതിരോധം വരേണ്ടത് ഇടതുപക്ഷത്തു നിന്നാണ്. അങ്ങനെയുള്ള സാംസ്കാരിക
രംഗത്ത് പ്രവർത്തിക്കുന്ന ശക്തരായിട്ടുള്ള ഒരു ഇടതുപക്ഷ പ്രവർത്തകരെ ഒന്നും അവർ പരിഗണിച്ചതായിട്ട് കാണാൻ കഴിയില്ല. അത് നേരത്തെ ഉണ്ടായിരുന്നു ഇടതുപക്ഷത്തിന്. അത്തരത്തിലുള്ള ചില കുറവുകൾ ഒഴിച്ചാൽ സ്ഥാനാർത്ഥി ലിസ്റ്റിനെ സംബന്ധിച്ച് എനിക്ക് പൊതുവിൽ ഒരു തൃപ്തി ഉണ്ടാകാവുന്ന ഒരു അന്തരീക്ഷമാണുള്ളത്. ശ്രീ ആനത്തലവട്ടമാനന്ദൻ, ലിസ്റ്റ് പുറത്തു വന്നിട്ടില്ല, താങ്കൾ അംഗീകരിക്കുകയുമില്ല ഞങ്ങൾ ഈ പറയുന്ന പേരുകൾ. പക്ഷേ അപ്പോൾ തന്നെയും നമുക്ക് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക എന്ന മാധ്യമ വാർത്തകളെ താങ്കൾ ഉന്നയിക്കാവുന്ന സംശയത്തിൻ്റെ പരിധിയിൽ വെച്ചുകൊണ്ട് തന്നെ ചർച്ചയ്ക്കെടുത്താൽ ശ്രീ NMPSN മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പോരാട്ടത്തിന് ഉതകുന്ന സ്ഥാനാർത്ഥികളെയല്ല മുന്നോട്ട് വെച്ചതായി കാണുന്നത് എന്ന വിമർശത്തോട് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുക? എസ് ശർമ്മ 5ാം തവണയാണ് മത്സരിക്കുന്നെങ്കിൽ മത്സരിക്കുന്നുണ്ടാവുക. സാജു പോളും രാജു എബ്രഹാമും ഇത്തവണയുണ്ടെങ്കിൽ അവരും 5ാം തവണയാണ്. VS ഐസക്, AK ബാലൻ എന്നിവർ 4ാം മത്സരത്തിനും G സുധാകരൻ, ശിവൻകുട്ടി, AM ആരിഫ് എന്നിവർ 3ാം തവണയുമാണ് ഇറങ്ങുക. ഞാൻ പറയുന്നത് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന ലിസ്റ്റാണ്. താങ്കൾ അത് അംഗീകരിക്കുകയില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ആ ചർച്ച അതിൽ നിന്ന് തുടങ്ങാം. എന്തുകൊണ്ട് പുതുരക്തങ്ങളെ, എന്തുകൊണ്ട് സാംസ്കാരിക രംഗത്തടക്കമുള്ള ഇതുപോലൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ രാഷ്ട്രീയം പറയാവുന്ന സ്ഥാനാർത്ഥികളെ മുന്നോട്ട് വെക്കുന്നില്ല? അത്തരം ആലോചനകളില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ആ വിമർശനത്തിന് സാങ്കത്യമുണ്ടോ? മിസ്റ്റർ ചെക്കുട്ടിയുടെയും പിയേഴ്സിൻ്റെയും അഭിപ്രായമൊക്കെ ഈ ഫൈനൽ ലിസ്റ്റ് വരുമ്പോൾ ആ അഭിപ്രായത്തിന് മാറ്റം വരും. ആവശ്യത്തിന് യുവാക്കളെയും അതുപോലെ ഈ കലാ സാംസ്കാരിക രംഗത്തുള്ളവരെയും പുരോഗമന ചിന്താഗതിക്കാരായ ആൾക്കാരെല്ലാം ഈ ലിസ്റ്റിലുണ്ടാവും. ഇപ്പോൾ ഈ പഴയ ആൾക്കാർ മത്സരിച്ച ചില ആൾക്കാർ വീണ്ടും മത്സരിക്കുന്നവരുടെ ലിസ്റ്റ് എടുത്തിട്ടാണ് ഈ ഡിസ്കഷൻ നടക്കുക. ആ ലിസ്റ്റ് വരുമ്പോൾ പിയേഴ്സൻ്റെ ഉത്കണ്ഠ മാറും, അതുപോലെ തന്നെ മിസ്റ്റർ ചേക്കുട്ടിയുടെയും ഉത്കണ്ഠ മാറും എന്നേ എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ പ്രധാനമായും എടുക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ കൊണ്ടുവരാൻ, അതാണ് ലക്ഷ്യം. അധികാരത്തിൽ കൊണ്ടുവരുന്നതാണ്. ഇന്നത്തെ ഈ UDF ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരാതിരിക്കാൻ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുന്നതിൻ്റെ തലേ ദിവസം കൂടി 2-3 മന്ത്രിസഭാ യോഗങ്ങളിൽ 822 തീരുമാനങ്ങളെടുത്തത്. നാട്ടിലൊക്കെ ഇതിപ്പരം അപഹാസ്യമായ, വീണ്ടും ആ ഗവൺമെൻറ് UDF വരില്ല എന്നുള്ള ഉത്കണ്ഠ ഭയപ്പാട് കൊണ്ടായിരിക്കാം ഇത് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത്ര ജനാധിപത്യ വിരുദ്ധമായി അഴിമതി നിറഞ്ഞ തീരുമാനങ്ങൾ എടുക്കാമോ? ആയിരക്കണക്കിന് ഏക്കർ ഭൂമി, സർക്കാർ ഭൂമിക്ക് സ്വകാര്യ വ്യക്തിയുടെ നിന്ന് കരം തീർക്കാൻ അവരെ നിന്ന് കരം വാങ്ങുന്ന ഒരു നടപടി. ഇപ്പോൾ VM സുധീരൻ അടക്കം അത് തിരുത്തണം പാടില്ല എന്ന് പറഞ്ഞ് ഏക്കർ കണക്കിന് സ്ഥലം സാമുദായിക സംഘടനകൾക്ക്, മതമേധാവികൾക്കെല്ലാം, അടൂർ പ്രകാശ് എന്ന് പറഞ്ഞൊരു മന്ത്രി അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ജയിക്കാൻ പട്ടയം അവർക്ക് പതിച്ചു കൊടുക്കുന്ന സമീപനം ഇത്. അതേപോലെ ഔദ്യോഗിക തലത്തിൽ ഏറ്റവും പ്രമാണിമാരായ ആൾക്കാരുടെ മക്കൾക്ക് ഞാൻ ഒന്ന് ഇടപെട്ടുകൊള്ളട്ടെ ശ്രീ ആനത്തലവട്ടമാനന്ദൻ, ആ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്താണ് പലതവണ എന്തുകൊണ്ടാണ് ഞാൻ ഒന്ന് ഇടപെട്ടുകൊള്ളട്ടെ. ഇങ്ങനെയൊക്കെ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിട്ട് പോലും അങ്ങനെയൊക്കെ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിട്ട് പോലും നമുക്ക് സ്ഥിരീകരിക്കപ്പെട്ട വാർത്തയിലേക്ക് വരാം. ഇന്നിപ്പോൾ സീതാറാം യെച്ചൂരി പറഞ്ഞല്ലോ പിണറായി വിജയനും VS അച്യുതാനന്ദനും മത്സരിക്കുന്നെന്ന്. ആ തീരുമാനം വന്നു കഴിഞ്ഞു. ഇത്രക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണെങ്കിൽ എന്തിന് 93 വയസ്സായ VS അച്യുതാനന്ദനെ സ്ഥാനാർത്ഥി ആയി ഇറക്കേണ്ടി വന്നിരിക്കുന്നു എന്നൊരു ചോദ്യം ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചോദിക്കുകയില്ലേ? നിങ്ങൾക്ക് ചെറുപ്പക്കാരായ ആളുകളെ ഇറക്കി, നിങ്ങൾക്ക് പുതിയ മുഖങ്ങളാണെങ്കിൽ തന്നെയും സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള ആളുകളെ ഇറക്കി തെരഞ്ഞെടുപ്പിനെ നേരിട്ട് രാഷ്ട്രീയമായ പോരാട്ടം നടത്താൻ ഏറ്റവും അനുകൂലമായ സാഹചര്യമായിരുന്നില്ലേ ഇത്? എന്തുകൊണ്ട് ഭയക്കുന്നു? എന്തിന് 93 വയസ്സുള്ളയാളെ നിങ്ങൾ അവലംബിക്കുന്നു എന്നൊരു ചോദ്യം വന്നാൽ എന്ത് പറയും മറുപടി? അതിന് നമുക്ക് വളരെ ക്ലിയറായ മറുപടിയില്ല. ചെറുപ്പക്കാരും വയസ്സന്മാരും എല്ലാവരും ഉൾക്കൊള്ളുന്നതാണ് ഞങ്ങളുടെ പ്രസ്ഥാനം. ജനങ്ങൾ അവരെയൊക്കെ അംഗീകരിക്കുന്നുണ്ട്. ജനങ്ങൾ അംഗീകരിക്കുന്നവരെ ആയിരിക്കും ഞങ്ങൾ സ്ഥാനാർത്ഥികളായി നിർത്തുന്നത്. അല്ല, ജനശത്രുക്കളായ അപമാനത്തിനും ആക്ഷേപത്തിനും വിധേയരായ ഒരാളെയും ഞങ്ങൾ സ്ഥാനാർത്ഥികളായി നിർത്തുന്നില്ല. അത്തരത്തിൽ ഒരു നല്ല ടീമിനെ ആണ് ഇത്തവണ ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ വരുന്നത്. അത് ഫൈനൽ ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ സംശയങ്ങളൊക്കെ ദൂരീകരിക്കപ്പെടും. അപ്പോൾ തന്നെ ജനങ്ങൾ സ്നേഹിക്കപ്പെടുന്ന CPMൻ്റെ ഉന്നതനായ നേതാവാണ്. അദ്ദേഹം ഇപ്പോഴും പ്രവർത്തന രംഗത്ത് നിൽക്കുന്നതാണ്. അതുകൊണ്ട് 93-94 വയസ്സായോ എന്നുള്ളതല്ല, ആ സഖാവും ഈ പട്ടികയിൽ വരണമെന്ന് ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്, പാർട്ടിയും ആഗ്രഹിക്കുന്നു. അത് തന്നെയാണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത്. അത് നമ്മുടെ ഈ സ്ഥാനാർത്ഥി ലിസ്റ്റിനൊക്കെ പുതുതായി വരുന്ന തലമുറയ്ക്കടക്കം അവർക്കാവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കാനും അവരെ പരിശീലിപ്പിക്കാനും ഒക്കെ അത് ആവശ്യമാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിലൊക്കെ എന്തിനാണ് ഉത്കണ്ഠപ്പെടുന്നത്? ഇതുവരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ വരെ VS അച്യുതാനന്ദനെ സ്ഥാനാർത്ഥിയാക്കില്ല എന്ന് പറഞ്ഞ വിവാദം ഉയർത്തിക്കൊണ്ടുവന്ന് ഇടതുപക്ഷ മുന്നണിയെ ക്ഷീണിപ്പിക്കാനുള്ള പരിശ്രമം നടത്തി. ഇപ്പോൾ അതിന് നിവർത്തിയില്ല. അതുകൊണ്ട് പിന്നെ ചെറുപ്പക്കാരുണ്ടോ ഇല്ല എന്നുള്ള ലിസ്റ്റ് വന്നിട്ട് നോക്കും നിങ്ങൾ ഫൈനൽ ലിസ്റ്റ് വരുമ്പോൾ.
എത്ര ചെറുപ്പക്കാരുണ്ട്, എത്ര വനിതകളുണ്ട്, എത്ര സാഹിത്യകാരന്മാരുണ്ട്, എത്ര മറ്റ് കലാരംഗത്തുള്ളവരുണ്ട്, അതൊക്കെ ലിസ്റ്റ് വന്നതിന് ശേഷം നോക്കൂ. ഇപ്പം ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടില്ലല്ലോ. ഇപ്പോൾ ഊഹാഭാവങ്ങൾ വെച്ചിട്ടല്ലേ ചർച്ച. തീർച്ചയായും ഒരു കാര്യം കൂടെ, ഏതായാലും നമ്മൾ ഊഹാഭോഗങ്ങളിലാണല്ലോ ചർച്ച തുടരുന്നത്. ഒരു കാര്യം കൂടെ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, അങ്ങനെയെങ്കിൽ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നു, അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു, അദ്ദേഹമാണ് ഈ ടീമിലെ ഏറ്റവും തലമുതിർന്നയാൾ, അദ്ദേഹമായിരിക്കുമോ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് നിങ്ങൾ വോട്ട് തേടി ചെന്നാൽ നാട്ടുകാർ ചോദിക്കുകയാണെങ്കിൽ മറുപടി പറയേണ്ടതല്ലേ? മുഖ്യമന്ത്രി അദ്ദേഹം തന്നെയായിരിക്കും, എന്താണ് സംശയം? അതിനെന്തിനാണ് നിങ്ങൾ ഉത്കണ്ഠപ്പെടുന്നത്? അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കും എന്ന് പറയാൻ എന്തുകൊണ്ടാണ് തയ്യാറാണ്? ക്ലിയറായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ പറയുന്നത്? നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന ആൾ ആരാണ് മുഖ്യമന്ത്രി എന്നുള്ളതിനെ സംബന്ധിച്ച് ഇടതുപക്ഷ പാർട്ടി തീരുമാനിക്കും, ജയിച്ചു വന്നതിന് ശേഷം അതിനകത്ത് പ്രാപ്തിയുള്ള പറ്റിയ ആൾക്കാരാണെന്ന്. നേരത്തെ അങ്ങനെ പറയുന്ന ശീലം നമ്മുടെ പാർട്ടിക്കില്ല. തീർച്ചയായും ഞാൻ തിരിച്ചു വരാം. ചോദ്യം പ്രസക്തമല്ല. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ NMPSN കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പെങ്കിലുമായിട്ട് VS അച്യുതാനന്ദൻ്റെ സ്ഥാനാർത്ഥിത്വം എത്രയോ തവണ ഈ നേരങ്ങളിൽ ടെലിവിഷൻ ചാനലുകളിൽ ചർച്ച നടന്നതാണ്. അത് വലിയ തോതിലുള്ള വിവാദങ്ങൾക്ക് കാരണമായതാണ്. താങ്കൾക്കറിയാം, നമുക്ക് ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കെല്ലാം അറിയാം. ആ കാര്യത്തിൽ ഇതുപോലുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും ഉന്നയിക്കപ്പെടുന്നുണ്ടെങ്കിൽ തന്നെയും ആ കാര്യത്തിൽ ബുദ്ധിമുട്ടില്ലാത്ത വിധം തരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു തോന്നൽ CPM-നുണ്ട്. സ്വാഭാവികമാണത്, കാണുന്ന ആളുകൾക്കും അത് ഉണ്ടാകും. ഇന്നിപ്പോൾ സീതാറാം യെച്ചൂരി ഒന്നിനും കാത്തു നിൽക്കാതെ നേരെ ഡൽഹിയിൽ പോയി VS അച്യുതാനന്ദനും പിണറായി വിജയനും മത്സരിക്കുമെന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി ആരാകുമെന്ന ചോദ്യത്തിന് അദ്ദേഹം വളരെ എളുപ്പത്തിൽ പറഞ്ഞ് അതൊക്കെ ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനിച്ചു കൊള്ളാം എന്ന് പറഞ്ഞൊഴിയുകയും ചെയ്തു. ശ്രീ ആനത്തലവട്ടം ആനന്ദനും അതാണ് ചെയ്തത്, വളരെ എളുപ്പത്തിൽ. ഇത് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടുവന്ന പോലെ CPM-ൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കീറാമുട്ടി VS അച്യുതാനന്ദൻ്റെ സ്ഥാനാർത്ഥിത്വം എന്നതിനെ അതിലളിതമായിട്ട് മറികടക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അത് അവർക്ക് തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ ഗുണം ചെയ്യും എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് CPM-ൻ്റെ പല സമ്മേളനങ്ങളിൽ പോലും ഇപ്പോൾ ഉയർന്നു വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിമർശനം, അതിൻ്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ തന്നെ പറയുന്നത് നമ്മുടെ പാർട്ടി തലനിരച്ച നേതാക്കളുടെ പാർട്ടിയാണ് എന്നാണ്. യുവാക്കളുടെ സാന്നിധ്യം സ്വാഭാവികമായിട്ടും അതിനകത്ത് വളരെ കുറഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതാണ്. അത് ആ പാർട്ടിക്കകത്ത് മാത്രമല്ല, കേരളത്തിൽ നമ്മൾ കോൺഗ്രസിൻ്റെ കാര്യം പരിശോധിച്ചാലും അവിടെയും ഇതേപോലെ തന്നെ തല നിരച്ചവരുടെ പ്രാമുഖ്യം തന്നെയാണ് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു രാഷ്ട്രീയത്തിൻ്റെ അധികാര മേഖലകളിൽ എല്ലാം തന്നെ തലനിരച്ച ആളുകൾ മാറി നിന്നിട്ട് യുവാക്കൾ വരണം എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ധാരണ എന്ന് പറയുന്നത് കൈമോശം വന്നിരിക്കുകയാണ്. കാരണം മുൻകാലങ്ങളിൽ ആദർശത്തിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നപ്പോൾ തൻ്റെ പാർട്ടിയുടെ ആദർശം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി യുവാക്കളെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന ചിന്തയാണ് EMS-നെ പോലെയുള്ളതായിട്ടുള്ള നേതാക്കൾക്കുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് EMS താൻ നിൽക്കുന്ന സ്ഥാനത്തിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടിയിട്ട് 2 നേതാക്കളെ, സീതാറാം യെച്ചൂരിയെയും പ്രകാശ് കാരാട്ടിനെയും അദ്ദേഹം തന്നെ പാകപ്പെടുത്തി പരിചയപ്പെടുത്തി വളർത്തിക്കൊണ്ടുവന്ന് നേതൃത്വത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ആ രീതിയിലുള്ള ഒരു സംഭവം കേരളത്തിലില്ല എന്നുള്ളതും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. അവിടെയൊക്കെ രാഷ്ട്രീയത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്ക് വന്നിരിക്കുന്ന വലിയ തരത്തിലുള്ള അട്ടിമറികളാണ് നമ്മളുടെ മുന്നിലുള്ളത്. അത് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ വല്ലാത്ത തരത്തിൽ ബാധിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേരളത്തിൽ രാഷ്ട്രീയ പ്രശ്നങ്ങളെക്കാൾ കൂടുതലായിട്ട് മറ്റെല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാൻ പറ്റുന്ന പാകത്തിലേക്ക് രാഷ്ട്രീയ നേതൃത്വം ദുർബലമായിരിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. തെരഞ്ഞെടുപ്പിൽ ഇന്നും സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ്. എങ്ങനെയാണ് ഈ നേതൃത്വം പുതിയ നേതൃത്വത്തിന് വഴിയൊരുക്കി മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്ന് പരിശോധിച്ചാൽ ഒരു ശ്രമവും ഇവരാരുടെയും ഭാഗത്തുനിന്നില്ല. അത് കോൺഗ്രസിൻ്റെ കാര്യത്തിലായാലും ശരി, കമ്മ്യൂണിസ്റ്റിൻ്റെ കാര്യത്തിലായാലും യാതൊരു വ്യത്യാസമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് മാറ്റം വരുത്തേണ്ട ഒരു ചുവടുവെപ്പ് യഥാർത്ഥത്തിൽ ആരംഭിക്കേണ്ടത് ഇടതുപക്ഷത്തു നിന്നാണ്. കാരണം ഇടതുപക്ഷം പുതിയ കാലത്തിന് അഭിസംബോധന ചെയ്യാനായിട്ട് തയ്യാറാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുതിയ കാലത്തിന് പറ്റിയ തരത്തിൽ ചെറുപ്പക്കാരെ വളർത്തിയെടുക്കേണ്ടത് ആവശ്യമാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള അവസരങ്ങൾ കൊടുക്കേണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ ഒരുപക്ഷെ നമുക്ക് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ടുള്ള സ്പേസ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാനും അക്കാര്യത്തിൽ സംശയമാണ്. കാരണം അത്ര വലിയ തരത്തിലേക്ക് ഇന്ത്യയിലെ രാഷ്ട്രീയം വെല്ലുവിളിക്കപ്പെടുന്ന ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ വെല്ലുവിളിക്കപ്പെടുന്നതായിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ മുന്നിലേക്ക് കടന്നു വരേണ്ടത് യഥാർത്ഥത്തിൽ ചെറുപ്പക്കാർ തന്നെയാണ്. അവർ രാഷ്ട്രീയമായ മുന്നേറ്റമാണ്. ആ മുന്നേറ്റത്തിനാണ് ഇടം കൊടുക്കുന്നത്. നമ്മളത് ആവർത്തിക്കുമ്പോൾ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ലിസ്റ്റിൽ തന്നെ തലശ്ശേരിയിൽ AN ഷംസീറിൻ്റെ പേരുണ്ട്, കാട്ടാക്കടയിൽ IB സതീഷിൻ്റെ പേരുണ്ട്, അരുവിക്കരയിൽ SFIയുടെ നേതാവായിരുന്ന ഇപ്പോൾ DYFIയുടെ നേതാവായിരുന്ന P ബിജു മത്സരിക്കുന്നു കേൾക്കുന്നു. പൂർണ്ണമായിട്ടുള്ള വിവരങ്ങളൊന്നുമല്ല. A റഹീം തുടങ്ങി കുറേ ആളുകളുടെ പേര് വിവരങ്ങളിൽ ലിസ്റ്റിലുണ്ട്. ഈ PK ഗുരുദാസനെ കൊല്ലം
ജില്ലയിലേക്ക് വീണ്ടും പേപ്പർ അയച്ചതിന് ശേഷം തിരിച്ചെടുക്കുന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ട്. VS അച്യുതാനന്ദൻ, അത്രയും പ്രായമുള്ള അദ്ദേഹം മത്സരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ തന്നെയും ഈ ചെറുപ്പക്കാരുടെ പേര് കൂടെ ആ ലിസ്റ്റിലുണ്ട്. നമ്മൾ അങ്ങനെ ചർച്ച ചെയ്ത് പോകുമ്പോൾ അത് കണക്കിലെടുക്കേണ്ടി വരികയില്ലേ? അല്ല, സമ്പൂർണ്ണമായിട്ട് നമ്മൾ സംസാരിക്കുന്നതിന് ഒരു ഏകപക്ഷീയത ഉണ്ടെന്ന് കരുതേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അതിജീവന സാധ്യതകൾ ചെറുപ്പത്തിലൂടെയാണുള്ളത്. ആ ചെറുപ്പം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അങ്ങനെയുള്ള ചെറുപ്പത്തെ നേരത്തെ പ്രചോദിപ്പിക്കുന്ന തരത്തിൽ സ്ഥാനാർത്ഥി ലിസ്റ്റുകൾ വരുമായിരുന്നു. നമ്മൾ പഴയ കാലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആഞ്ചലോസിനെയൊക്കെ പാർട്ടിയിൽ അവതരിപ്പിക്കുന്ന സമയത്ത് ചെറ്റക്കുടിലിൻ്റെ മാണിക്യമായിട്ട് അവതരിപ്പിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരഞ്ഞെടുപ്പിലേക്ക് വരുന്നത് നമുക്കറിയാം. വലിയ ആവേശമാണെന്ന് കേരളത്തിലെ ചെറുപ്പക്കാരുടെ ഇടയിൽ അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളുണ്ട്. സുരേഷ് കുറുപ്പ് വരുന്ന സമയത്തും അങ്ങനെയായിരുന്നു. അങ്ങനെ വരുന്ന ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന മുന്നേറ്റങ്ങൾക്ക് വലിയ തരത്തിൽ മങ്ങലേറ്റിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നതുകൊണ്ടാണ് ഞാൻ അത്തരം കാര്യം സൂചിപ്പിച്ചത്. പക്ഷേ ഇത്തരത്തിലുള്ള വാദമുഖങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് പോലും ഇതിൻ്റെയൊക്കെ പരിമിതികൾ എനിക്ക് ഇന്നത്തെ ഈ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് അറിയാം. അങ്ങനെ നിന്നുകൊണ്ട് തന്നെയാണ് പറയുന്നത്. എങ്കിലും നമ്മളുടെ നേതൃത്വം അത്തരത്തിലുള്ള സാധ്യതകളിലേക്ക് അവരുടെ കണ്ണ് ഒന്ന് നീക്കി വെക്കുന്നത് നല്ലതാണ് എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. ശ്രീ NP ചേക്കുട്ടി, സാംസ്കാരിക രംഗത്ത് നിന്നടക്കമുള്ള ആളുകളുടെ സാന്നിധ്യം ഈ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഉണ്ടാകേണ്ടതല്ലേ എന്ന പരാമർശം സാങ്കത്യമുള്ളതായിരിക്കുമ്പോൾ തന്നെയും KPS ലളിതയുടെ പേര്, നടൻ മുകേഷിൻ്റെ പേരൊക്കെ ഈ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയുടെ ഭാഗമായി അവിടെ കേൾക്കുന്നുണ്ട്. KPS ലളിതയുടെ ഏതാണ്ട് സ്ഥിരീകരിക്കപ്പെട്ട പേരാണെന്ന് എന്നാണ് മാധ്യമങ്ങളെന്ന് മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ ഈ പറയുന്ന ഈ കാലത്തിൻ്റെ സവിശേഷതകളെ അഡ്രസ്സ് ചെയ്യുന്ന വിധത്തിൽ ബൗദ്ധികമായിട്ടുള്ള സാന്നിധ്യം നേതൃത്വം നൽകാൻ പറ്റുന്ന ആളുകളെ കൊണ്ടുവരണം എന്നതായിരുന്നോ താങ്കൾ ഉന്നയിച്ച പോയിന്റ്? അത്തരം കാര്യങ്ങളിൽ ഈ CPM വേണ്ട ജാഗ്രത കാണിക്കുന്നില്ല എന്നതിന് അങ്ങനെയൊന്നും റിസ്ക് എടുക്കാൻ പറ്റുന്ന കാലമല്ല എന്ന കാരണം മതിയായതാകുമോ? എനിക്ക് തോന്നുന്നത് CPM ഇപ്പം KPS ലളിത, മുകേഷ്, ഇന്നസെൻ്റ് തുടങ്ങിയ സിനിമക്കാർ മാത്രം സാംസ്കാരിക രംഗത്താണ്. ഞാൻ അതിൽ തർക്കമൊന്നും പറയുന്നില്ല. പക്ഷേ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള അടിത്തറ സാംസ്കാരിക രംഗത്ത് നോക്കിയത് എങ്ങനെയുണ്ടായത്? സിനിമയിലൂടെയല്ല. അത് പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിലൂടെ, പുരോഗമന നാടക പ്രസ്ഥാനത്തിലൂടെ, ജനങ്ങളോട് ഇടപാടുള്ള, ജനങ്ങളോട് സംവദിക്കുന്ന സാംസ്കാരിക പ്രവർത്തനത്തിലൂടെ ഉണ്ടായത്. അതിന് ഇപ്റ്റയെ പോലെ ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ, അത് KPSC, അങ്ങനെ ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട് സാംസ്കാരിക രംഗത്ത്, എഴുത്തുകാരുടെ രംഗത്ത്. അങ്ങനെ ഒരു വലിയ പാരമ്പര്യമുള്ള ഇടതുപക്ഷ സാംസ്കാരിക പ്രസ്ഥാനം ഒരു വലിയ പാരമ്പര്യമുള്ള പ്രദേശമാണ് കേരളം. ആ ഒരു മുഴുവൻ സാംസ്കാരികമായിട്ടുള്ള ഭൂതകാലത്തെയും നമ്മൾ അവഗണിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. പക്ഷെ അതിൻ്റെ ആപത്ത് എവിടെ വന്നു? ആപത്ത് വന്നത് കഴിഞ്ഞ ഒരു 10 കൊല്ലത്തിനിടയിൽ നമ്മൾ പാഠം പോലെയുള്ള ഇടത് സെക്ടേറിയൻ നിലപാടുകൾ വന്ന സമയത്ത് അവർ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ആകെ മട്ടിമറിക്കുന്നവർ പ്രവർത്തിച്ച സമയത്ത് ഒക്കെ തന്നെ സാംസ്കാരിക രംഗത്തെ ശക്തമായ പ്രതിരോധത്തിൻ്റെ കുറവ് നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ്. ഒരുപാട് തെറ്റായിട്ടുള്ള പ്രവണതകൾ വന്നിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു അത്തരം കാര്യങ്ങളെക്കുറിച്ച് കുറേ കൂടി ആഴത്തിലുള്ള, കുറേ കൂടി സുചിന്തിതമായ നിലപാടുകളിലേക്ക് ഇടതുപക്ഷം പോവേണ്ടതാണ്. സാംസ്കാരിക രംഗത്ത് കുറേ കൂടി ബോധപൂർവമായ ഇടപെടലുകൾ നടത്തേണ്ടതാണ്. അതിനർത്ഥം അവർക്ക് സീറ്റ് വേണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ സാംസ്കാരിക രംഗത്തുള്ള പ്രവർത്തനങ്ങൾ കുറേ കൂടി ആഴത്തിൽ പോവേണ്ടതാണ്. കാരണം വലതുപക്ഷ സംസ്കാരത്തിൻ്റെ ഒരു അധിനിവേശം കേരളത്തിൽ നടക്കുന്നുണ്ട്. വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ മാത്രമല്ല സംസ്കാരത്തിൻ്റെയും മതാത്മകതയുടെയും റിവൈവലിസത്തിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലം നടക്കുന്നുണ്ട്. ഈ അന്തരീക്ഷത്തിൽ ഇടത് സാംസ്കാരിക പ്രവർത്തനം കൂടുതൽ വളരെ പ്രസക്തമാവുന്ന ഒരു കാലഘട്ടമാണ്. എനിക്ക് അവർക്ക് സീറ്റ് കൊടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രസക്തിയെ അവഗണിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന് ഇനി മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ശ്രീ NP ചേക്കുട്ടി, വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അധിനിവേശം ഉണ്ടാകുന്നുവെന്ന് പറയുമ്പോൾ തന്നെയും ഈ രാഷ്ട്രീയമായിട്ട് നമുക്ക് മുന്നിലുള്ള യാഥാർത്ഥ്യം, ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴുള്ള യാഥാർത്ഥ്യം, BJP മറ്റൊരു കാലത്തും ഉണ്ടാകാത്ത വിധം വിജയപ്രതീക്ഷകളുമായി അവരവരുടെ മണ്ഡലങ്ങളിൽ മുതിർന്ന നേതാക്കളെ മത്സരിപ്പിക്കുന്നു എന്നാണല്ലോ. നമ്മൾ ഈ ലിസ്റ്റ് തന്നെ എടുത്ത് അതിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കിയാൽ BJP പ്രതീക്ഷ വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 മണ്ഡലങ്ങളിൽ CPMൻ്റെ സ്ഥാനാർത്ഥികളായി പറഞ്ഞു കേൾക്കുന്നത് V ശിവൻകുട്ടിയും TN സീമയുമാണ്. വലിയ തോതിലുള്ള മാറ്റം ഇത്തവണ ഉണ്ടാകും ആ മണ്ഡലങ്ങളിൽ എന്ന് കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ ആളുകളെ നിർത്തുന്നതിൽ വ്യക്തിപരമായ അടുത്തല്ല, അത്തരം സ്ഥാനങ്ങളിൽ BJP അക്കൗണ്ട് തുറക്കുമെന്ന് കൃത്യമായി വിശ്വസിക്കുന്ന, അതിനവർക്ക് കാരണങ്ങളുള്ള അത്തരം മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിൽ ജാഗ്രത പൂർണ്ണമായ തോതിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് കാണാൻ പറ്റുമോ?
അതൊന്നും എനിക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. അപ്പം രാജഗോപാലിനെ പോലെയുള്ള ആളുകളെ നേരിടാൻ കരുത്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ തന്നെയാണ് പാർട്ടി കണ്ടെത്തുന്നത്. അത് അത്തരം കാര്യങ്ങളിലൊന്നും പിന്നെ CPMൻ്റെ കാൻഡിഡേറ്റ് സെലക്ഷന് ഞാൻ കുറ്റം പറയുകയില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന യഥാർത്ഥത്തിലുള്ള സാംസ്കാരികമായ വെല്ലുവിളികളെ ഇടതുപക്ഷ സംസ്കാരത്തിൻ്റെതായിട്ടുള്ള പശ്ചാത്തലത്തിൽ തിരിച്ച് പിന്നെ പ്രതികരിക്കാനുള്ള ശക്തി ഇടതുപക്ഷം കാണിക്കും. മാത്രമല്ല പലപ്പോഴും വലതുപക്ഷത്തിന് വിധേയമാകുന്ന ഒരു രീതിയാണ്. ഇപ്പം നമ്മൾ കണ്ണൂരൊക്കെ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഗണേശോത്സവം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, മറ്റേ കുട്ടികൾക്ക് വേണ്ടിയുള്ള ശ്രീകൃഷ്ണ ജയന്തി ആരംഭിച്ചു കഴിഞ്ഞു. ആ തരത്തിൽ വലതുപക്ഷത്തിൻ്റെ സാംസ്കാരികമായിട്ടുള്ള ചിഹ്നങ്ങളെയും രീതികളെയും ഇടതുപക്ഷം സ്വാംശീകരിക്കുന്ന ഒരു കാലമാണ്. ഒരു 10 വർഷം കഴിയുമ്പോഴും നമ്മൾ ഇടതുപക്ഷ സംസ്കാരം എന്ന് പറയുന്ന സംഗതി കേരളത്തിൽ ഉണ്ടായിരുന്നതായിട്ട് പോലും സങ്കല്പിക്കാൻ കഴിയാത്തവരിൽ ഈ ഒരു വലതുപക്ഷ ആക്രമണം മുന്നോട്ട് കൊണ്ടുവരും. അതാണ് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഭീഷണിയായിട്ട് തോന്നുന്നത്. അല്ലാണ്ട് ഇപ്പോൾ ആരാണ് കാൻഡിഡേറ്റ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ തർക്കമൊന്നുമില്ല. ഇടതുപക്ഷത്തിന് ശക്തിയുള്ള കാലത്തോളം ആരെ നിർത്തിക്കഴിഞ്ഞാലും കുറേയൊക്കെ വിജയിക്കാൻ കഴിയും. ഈ സീമയും പിന്നെ ശിവൻകുട്ടിയും നല്ല കാൻഡിഡേറ്റ്സുമാണ്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, അദ്ദേഹം ഉന്നയിക്കുന്ന മുന്നോട്ട് വെക്കുന്ന വിഷയം നമുക്ക് മനസ്സിലാക്കാവുന്നതാണല്ലോ. അതായത് സമൂഹത്തിനകത്തുണ്ട് നമുക്കുണ്ടായിരുന്ന ഒരു ഇടതുപക്ഷ അധീശത്വം, ഇടതുപക്ഷ ബോധത്തിൻ്റെ അധീശത്വം, CPM ഒക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആ സംഗതി പതുക്കെ ഇല്ലാതാവുകയാണ്. വലതുപക്ഷ രാഷ്ട്രീയ ബോധം ഇങ്ങനെ കേരളത്തിൻ്റെ സമൂഹ മനസ്സിനകത്തേക്ക് കൂടുതൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, ഈ ഇലക്ഷൻ നടക്കുന്നത്. ഈ 2 തരത്തിൽ അതിനെ കാണാം. ഒന്ന്, ഏതെങ്കിലും വിധേന ഭരണം പിടിച്ചെടുത്തില്ലെങ്കിൽ ഈ വലതുപക്ഷ അധീശത്വ സംസ്കാരം പടരും. അതിനെ തിരിച്ചു പിടിക്കാൻ സ്വാഭാവികമായും ഏത് നിലക്കാണോ ഭരണം പിടിക്കാൻ പറ്റുക അതിന് കണക്കായ സ്ഥാനാർത്ഥികളെ നിർത്തുക എന്നതാണ് ചെയ്യേണ്ടി വരിക. അതായിരിക്കും ഒരുപക്ഷെ CPM ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതുപോലൊരു രാഷ്ട്രീയ പോരാട്ടത്തിനകത്ത് സാംസ്കാരികമായും രാഷ്ട്രീയമായുമുള്ള ഇത്തരം വിഷയങ്ങൾ കൂടെ പറയാനാകുന്ന, ഈ വിഷയങ്ങൾ നാട്ടുകാർക്ക് മുന്നിൽ അവതരിപ്പിക്കാനാകുന്ന സ്ഥാനാർത്ഥികളെ കൂടെ രംഗത്തിറക്കുക എന്നത്. ഈ കാര്യങ്ങൾ പരിഗണിക്കപ്പെടുമോ? നമ്മളിപ്പോൾ താങ്കൾക്ക് പൂർണ്ണമായി സമ്മതിച്ചു തരാനാകാത്ത ഒരു ലിസ്റ്റിൻ്റെ മുകളിലാണ് ഈ ചർച്ച നടക്കുന്നത് എന്നതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കൂടെ പരിഗണിക്കുന്നുണ്ടാകുമോ നിങ്ങളുടെ സമിതികൾക്കകത്ത്? അതിൻ്റെ ലാഞ്ചനകൾ കാണാനില്ല. ചലച്ചിത്ര രംഗത്ത് നിന്ന് KPS ലളിതയും മുകേഷിൻ്റെയൊക്കെ പേര് കേൾക്കുന്നുണ്ടെങ്കിലും പൊതുവിൽ മുൻകാലങ്ങളിൽ ഇടതുപക്ഷം മുന്നോട്ട് വെച്ചതുപോലുള്ള രാഷ്ട്രീയം പറയാവുന്ന സാംസ്കാരിക രംഗത്തു നിന്നുള്ള ആളുകളില്ല എന്നൊരു വിമർശനം ആ ഭാഗത്തു നിന്നുണ്ട്. നിങ്ങൾ 3 പേരും ഉന്നയിച്ച സംശയങ്ങൾക്കെല്ലാം ഉള്ള മറുപടിയാകും CPM ഇത്തവണ പ്രസിദ്ധീകരിക്കുന്ന ലിസ്റ്റ്. ഇപ്പോൾ ഒരു നിഴൽ യുദ്ധമാണ് നടത്തുന്നത്. യുവാക്കളില്ല, വയസ്സന്മാരായിപ്പോയി, സാംസ്കാരിക നായകന്മാരില്ല. അതിനൊക്കെ മറുപടി ആ ലിസ്റ്റിലുണ്ടാവും. യുവാക്കളുടെ ചടുലതയും പ്രായമായവരുടെ അനുഭവ സമ്പത്തും സമന്വയിക്കുന്നതാണ് നമ്മുടെ പാർട്ടി ആയാലും ഈ ഗവൺമെൻറ് നിർത്തുന്ന സ്ഥാനാർത്ഥികളായാലും. ഒരു തർക്കവും വേണ്ട. ആവശ്യത്തിന് യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകുന്നുണ്ട്. അതുപോലെ സാംസ്കാരിക രംഗത്തുള്ളവരുണ്ടാവാം. പിന്നെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് മങ്ങലേക്കുന്ന ഒരു സ്ഥിതി കേരളത്തിൽ വളർന്നു വരുന്നു എന്ന് പറയുന്നത് ആ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ മതമൗലികവാദത്തിൻ്റെ വക്താക്കളായി പലപ്പോഴും നമ്മുടെ ഇടതുപക്ഷ മനോഭാവമുള്ളവർ പോലും ഇടതുപക്ഷത്തെ സഹായിക്കാതെ മറ്റവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ പെരുമാറുകയും ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ മനസ്സാക്ഷി വർദ്ധിപ്പിക്കണമെങ്കിൽ, വികസിപ്പിച്ചെടുക്കണമെങ്കിൽ അതിലെല്ലാവരും സഹകരിക്കണം. ആ സഹകരണം പലപ്പോഴും കാണുന്നില്ല. എങ്ങനെയെല്ലാം ഇടതുപക്ഷം ഇപ്പോൾ തന്നെ നമുക്ക് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലൊക്കെ വലിയ തർക്കം വരാതെ വരുമ്പോൾ VSനും എല്ലാ തിരഞ്ഞെടുപ്പും VS പിണറായി തർക്കത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നിൽക്കാറ് വരുമ്പോൾ ഇപ്പോൾ ചോദിക്കുകയാണ് മുഖ്യമന്ത്രി ആര്. എന്നാൽ കോൺഗ്രസ്സിലെ UDFിലെ മുഖ്യമന്ത്രി ആരെന്ന് ആരും ചോദിക്കുന്നില്ല. ഇവിടെ ചോദിക്കുകയാണ്. വീണ്ടും ഇതിനകത്തൊരു തർക്കമുണ്ടാക്കി ആളുകളുടെ ഇടയിൽ ആശയക്കുഴപ്പം നോക്കുമോ? ജനങ്ങളെ യോജിപ്പിച്ച് നിർത്തി ഇടതുപക്ഷ മനസ്സിനെ വികസിപ്പിച്ചെടുക്കുന്നതിന് പകരം ആ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തളർത്തുന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും ചർച്ചകളുമാണ് മിക്കവാറും ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഞങ്ങളതിൽ തളർന്നു പോകണില്ല. ആ വിമർശനങ്ങൾ വരുന്നതിൻ്റെ ഫലമായിട്ട് ഞങ്ങളെന്തായാലും രാജ്യത്ത് വളർന്നു വരുന്ന ആപത്തിനെ ഗൗരവമായി കാണുന്നു. ആ ആപത്തിനെ നേരിടത്തക്ക വിധത്തിലുള്ള വിശാലമായ ജനാധിപത്യ സ്വഭാവത്തിലുള്ള ആൾക്കാരെല്ലാം ജനാധിപത്യ മനസ്സുള്ളവരെയും മതേതര മനസ്സുള്ളവരെയും ഒക്കെ യോജിപ്പിച്ചെടുക്കുന്ന ഒരു ടാക്റ്റിക്കൽ അപ്രോച്ച് മാത്രമേ CPM കൈക്കൊള്ളുകയുള്ളൂ. അത് രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. ജനങ്ങളുടെ നേരിൽ നിന്ന് വന്നിരിക്കുന്ന വലിയ കടന്നാക്രമണത്തെ ചെറുത്ത് നിൽക്കാൻ അത് ആവശ്യമാണ്. അതിന് വിശാലമായ ഒരു മനസ്സ് ഇടതുപക്ഷ മനസ്സാണ് എന്ന് കാണാൻ ഈ വിമർശകരായി വരുന്ന ആൾക്കാരും തയ്യാറാകണം.
രാജ്യത്ത് നിന്ന് കേരളത്തിൽ നടക്കുന്ന ഇതുപോലൊരു സ്ഥിതിവിശേഷം നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത്രയും അപമാനിതമായ ഒരു സ്ഥിതിവിശേഷം. പോണ വഴിക്ക് കടും വെട്ടുപെട്ടി പോവുകയാണ്, ഒരു പ്രിൻസിപ്പിളും ഇല്ലാതെ. അതിനെയൊക്കെ എതിർത്ത് പരാജയപ്പെടുത്താതിരിക്കാൻ സാധിക്കുമോ? അതിനോട് സഹകരിക്കുകയല്ലേ വേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ഉന്നയിക്കുന്ന ഈ ആവശ്യങ്ങളൊക്കെ, എൻ്റെ ബഹുമാനായ സുഹൃത്ത് ചേക്കുട്ടി ആയാലും ശരി തന്നെ, അതുപോലെ പിയേഴ്സൺ, ഞങ്ങളെല്ലാം വളരെ അടുത്ത് രാഷ്ട്രീയമായി തന്നെ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഞങ്ങളിപ്പോഴും പറയുന്നു, വീഴ്ചകൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, അതിനെ ഒന്നും ഞങ്ങൾ നിരാകരിക്കുന്നില്ല. പക്ഷേ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള സമീപനം എടുക്കണം. അത്ര ഡേഞ്ചറസ് ആയിട്ടാണ് രാജ്യത്തിൻ്റെ സിറ്റുവേഷൻ പോണത്. ഓരോ ദിവസവും വരുന്ന പ്രശ്നങ്ങൾ അതൊക്കെ ഞാൻ വിശദീകരിച്ച് ഇവിടെ പറയാൻ നോക്കും. ഇപ്പോൾ സംവരണ വ്യവസ്ഥയെ സംബന്ധിച്ച് RSSൻ്റെ നിലപാടെന്താ? താഴ്ന്ന ജാതിക്കാരൻ പട്ടികജാതിക്കാരനും കൂട്ടരും വിദ്യാഭ്യാസം നേടി വരികയും അവനേതെങ്കിലും ഉന്നത സ്ഥാനത്തിലെത്തുകയും ചെയ്യുന്നതിന് സഹിക്കാൻ കഴിയുന്നില്ല. അതല്ലേ എൻ്റെ ലക്ഷ്യം. അതായത് പിന്നോക്ക സമുദായത്തിൽപ്പെടുന്നവന് സംവരണ വ്യവസ്ഥ വന്നപ്പോൾ BP സിംഗിൻ്റെ കാലത്ത് ആത്മാഹൂതി ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിച്ച ആൾക്കാരുടെ കയ്യിലാണെന്ന് ഭരണമിരിക്കുന്നത്. ഇപ്പോൾ അത് എടുത്തു കളയണമെന്നാണ്. പഴയ ബ്രാഹ്മണ്യ മേധാവിത്വത്തിൽ ആളുകളെ അടിമകളാക്കിയിട്ടിരുന്ന പോലെ പിന്നോക്ക ജാതിക്കാരനെയും പട്ടികജാതിക്കാരനെയും ഒക്കെ അങ്ങനെ ഇടാൻ ഇവന് വിദ്യാഭ്യാസം പാടില്ല, ഉദ്യോഗത്തിൽ കയറാൻ പാടില്ല, അവന് ഉന്നത സർവകലാശാലയിൽ കയറാൻ പാടില്ല. ഈ ചിന്താഗതിയൊക്കെ വളർന്നു വന്ന് അസമത്വം ഈ രാജ്യത്ത് വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടക്കുന്നതിനെ ഗൗരവമായി കാണണ്ടേ? തീർച്ചയായും ഈ രാഷ്ട്രീയം അടക്കം പറയാനാകുന്ന വിധത്തിലുള്ള സ്ഥാനാർത്ഥികൾ തന്നെയായിരിക്കും സ്വാഭാവികമായും താങ്കളുടെ മുന്നണി മുന്നോട്ട് വെക്കുക എന്ന് കരുതാം. വളരെ നന്ദി ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശ്രീ NMPSN, ശ്രീ NP ചെക്കുട്ടി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.